ജിയാന് 17 വയസ്സുള്ളപ്പോഴാണ് വീട് പുതുക്കി പണിയാൻ ജോങ്മാൻ തീരുമാനിക്കുന്നത്. ഒരു കുഴപ്പവുമില്ലാത്ത വീട് എന്തിനാണ് പുതുക്കി പണിയുന്നതെന്ന് അവൾക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ശരി, ഓക്കെ, പക്ഷേ ഈ പണി നടക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കും? ജിരിസാൻ ഒരു വലിയ മൗണ്ടെയിൻ ആണ്. അതെ, അവിടെ ഹൈക്കിങ്ങിന് പോവാനാണ് ജോങ്മാന്റെ തീരുമാനം. നല്ല കാലം എന്നാൽ അത് എന്ത് പറയാൻ. നേരം ഇരുട്ടിയതോടെ അവന്റെ കാലും വയ്യാതാകുന്നു. കൂടാതെ ടെമ്പറേച്ചറും കൂടുന്നു. ജിയാൻ നോക്കിയപ്പോൾ അവിടെ സിഗ്നലും ഇല്ല. നാശം പിടിക്കുന്നത് എവിടാന്ന് പോലും അറിയില്ല. അപ്പോഴാണ് ജോങ്മാൻ ഒരു മാപ്പ് കാണിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് നടന്നാൽ ഒരു എമർജൻസി ഫോണുള്ള ഷെൽട്ടർ ഉണ്ടെന്ന് പറയുന്നത്. നിനക്ക് അവിടെ തനിയെ പോകാൻ പറ്റുമോ? പോയല്ലേ പറ്റൂ. പോകാനൊരുങ്ങി അവൾക്ക് അവൻ ഒരു തെറ്റാലി കൊടുക്കുന്നു. വല്ല വന്യമൃഗങ്ങൾ വന്നാലോ? നീ ഇത് വെച്ചോ. പിന്നെ ഒരുപാട് പേടിച്ചാൽ നീ ആകാശത്തേക്ക് നോക്കി എൻ്റെ പേര് 3 വട്ടം വിളിച്ചോ. ചിലപ്പോൾ ഞാൻ വന്നാലോ? അവൾ പോയെന്നുറപ്പാക്കിയ ശേഷം തൻ്റെ ചെറിയ ഫോൺ എടുത്ത് അവൻ ആരെയോ വിളിക്കുന്നു. ബസിൻ, ഞാനാ. അവൾ ഇറങ്ങി. അവൾ അവളുടെ സ്വന്തം ഡിസിഷൻ എടുക്കട്ടെ. ഫോൺ വെച്ച ശേഷം ആ ഗുഹയ്ക്കുള്ളിലേക്ക് വെട്ടമടിച്ചവൻ കയറുന്നു. അവിടെ ഒരു വലിയ ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു. ഇതേ സമയം ജിയാനോ ഒരുപാട് നടന്ന് അവസാനം ആ ഷെൽട്ടറിലെത്തുന്നു. ആശ്വാസത്തോടെ അത് പോയി തുറന്നപ്പോഴോ ദാ നിൽക്കുന്നു 3-4 കാട്ടുനായ്ക്കൾ. പേടിച്ചിട്ട് അവൾ നിലത്ത് വീണു പോകുന്നു. തന്റെ മുന്നിലേക്ക് ആ വികൃതമായ കഴുതപ്പുലി നടന്നു വരുന്നതായി അവൾക്ക് തോന്നുന്നു. ഒരു നിമിഷം പേടിച്ചെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ തെറ്റാളി കയ്യിലെടുത്ത് അതിന് നേരെ ഉന്നം വെക്കുന്നു അവൾ. അവളുടെ ചെവിയിൽ ജോങ്മാന്റെ ശബ്ദമായിരുന്നു മുഴുങ്ങിക്കേട്ടത്. വീക്കായവരെ കുറിക്കൂ, സ്ട്രോങ് ആയവർ അങ്ങനെയല്ല. നീ അതാവണം. നീ എന്തിനാ ഭയക്കുന്നത്? അതിനെ ധൈര്യത്തോടെ നേരിടണം. അവൾ ഉന്നം വെച്ചെറിയുന്നു. ആ പട്ടി മാറുന്നു. എന്തായാലും എന്തോ വെടിപൊട്ടുന്ന ശബ്ദം കേട്ടതോടെ എല്ലാ പട്ടികളും ഓടിമറയുന്നു. അത് ജോങ്മാനായിരുന്നു. തനിക്കല്ലയോ കാല് വയ്യ പനിയാന്നൊക്കെ പറഞ്ഞത്, എന്നിട്ടെന്താ തോക്കും കൊണ്ട് എൻ്റെ പിറകെ വരുന്നേ? അത് ആരുടെ തോക്കാ? ബസിൻ തന്നെ. എനിക്ക് തോക്കുണ്ടായിട്ടാണോ എനിക്കൊരു തെറ്റാലയും തന്നു വിട്ടത്? നിങ്ങൾ എന്ത് ചെറിയച്ചനാ? അതിന് നിനക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ? അത് ശരിയാണല്ലോ. ഒട്ടും താമസിക്കാതെ തന്നെ അവളെ അവൻ തോക്ക് ഉപയോഗിക്കാനും പഠിപ്പിക്കുന്നു. താഴെ വീണ ആ ഡ്രോൺ കസേര കൊണ്ട് അവൾ അടിച്ചു പൊട്ടിക്കുന്നു. ജോൺ കുഴപ്പമില്ലല്ലോ. അവനാകെ തരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താഴെയിലേക്ക് കിടന്ന ആ ബുള്ളറ്റ് പ്രൂഫ് വാതിൽ അവൾ കാണുന്നത്. അവരതെടുത്ത് മറയാക്കി പിടിച്ച് ആ മുറി വിട്ടിറങ്ങുന്നു. ഡ്രോൺ വെടിവെക്കുന്നുണ്ടെങ്കിലും ആ വാതിൽ മറയായി പിടിച്ച് അവർ രക്ഷപ്പെടുന്നു. ഇതേസമയം മീന പുറത്തുനിന്ന് എന്തോ ഒരു മെഷീനൊക്കെ എടുത്ത് ഓണാക്കുന്നു. കുറെ നേരമായി വെടിവെച്ച് കേൾക്കാഞ്ഞിട്ട് ജിയൻ പുറത്തേക്ക് നോക്കിയതും കാണുന്നത് ആ ഡോറിൽ പതിച്ചിരുന്ന ബോംബാണ്. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ബോംബ് പൊട്ടുന്നു. അതിന്റെ ആഘാതത്തിൽ അവർ രണ്ടും തെറിച്ച് പുറകോട്ട് വീഴുന്നു. അവരുടെ നേരെ നിറയടിക്കാൻ തയ്യാറായി ആ ഡ്രോൺ നിന്നതും മീന പുറത്തുനിന്ന് എന്തോ ഒരു തോക്ക് പോലെ ഒന്ന് പ്രവർത്തിപ്പിക്കുന്നു. അതോടെ ആ ഡ്രോണുകൾ നിശ്ചലമായി നിലം പതിക്കുന്നു. പേടിച്ചു ഭയന്ന് ബോധമില്ലാത്തവരെ പോലെ ജോങ് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. അടുത്ത സെക്കൻഡിൽ മീന അവനെ അടിച്ചു നിലത്തിടുന്നു. അവന്റെ റെസ്റ്റിൽ അവരവരുടെ റെസ്റ്റ് വെക്കുന്നു. വാച്ചിൽ ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ നീ ആരാണെന്ന് അവനോട് അവർ ചോദിക്കുന്നു. ഞാൻ ജിയാന്റെ ഫ്രണ്ടാ. എന്തോ ഒന്ന് സിറിഞ്ചിൽ വെച്ച് അവരവനെ കുത്തുന്നു. അതോടെ അവന്റെ ബോധം പോകുന്നു. തെറ്റാലി മുന്നോട്ടാക്കിക്കൊണ്ട് ജിയാൻ അങ്ങോട്ടേക്ക് വരുന്നു. അവരെ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുഷ്പം പോലെ മീന അവളെ നിലംപരിശാകുന്നു. ജോങ്ങിനെ ചെയ്ത പോലെ അവളുടെ റെസ്റ്റിലും അവർ തന്നെ റെസ്റ്റ് വെക്കുന്നു. ഒരു ഗ്രീൻ ചതുരം ആ വാച്ചിൽ തെളിയുന്നു. നിന്റെ ചെറിയച്ഛൻ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കില്ലായിരുന്നു. നീയും അങ്ങനെ ആവണം സർവൈവ് ചെയ്യണമെങ്കിൽ. അവരവളുടെ പിടിവിരുന്നു. അവൾ എഴുന്നേറ്റ് അവരെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിന്നപ്പോഴാണ് പുറത്തുനിന്ന് ആ വെടി അകത്തേക്ക് വന്നത്. മീന അവളെ സേഫായ സ്ഥലത്തേക്ക് ചവിട്ടി മാറ്റുന്നു. അവരും അവിടെ ഒരിടത്തായി മറിഞ്ഞിരിക്കുന്നു. അതെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട സീൻ. ബേസിക്കലി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാതെയാണ് നമ്മുടെ ജിയാൻ ഇരിക്കുന്നത്. ഞാൻ നിന്റെ കൂടെ അടികൂടാൻ വന്നതല്ല, നിന്നെ സംരക്ഷിക്കാൻ വന്നതാ. എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത്? നിനക്കൊരിക്കൽ പോലും തോന്നിയിട്ടില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ചെറിയച്ഛൻ്റെ പേര് നീ ഉറക്കം 3 വട്ടം എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ നിന്റെ പ്രോബ്ലംസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന്? 3 വട്ടം നീ 10 വർഷത്തിനുള്ളിൽ അങ്ങനെ രക്ഷപ്പെട്ടു. നിന്നെ ബുദ്ധിമുട്ടിച്ചവരെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ബിക്കോസ് നിന്റെ റിസ്റ്റിൽ ഒരു കോഡ് ഇംപ്ലാന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. നീ നിന്റെ ചുറ്റപ്പനുമാണ് ഗ്രീൻ കോഡിലുള്ളത്. മറ്റുള്ളവർ അതുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ജിയാനാകെ ഭ്രാന്ത് പിടിക്കുന്നു. ദൂരെ നിന്ന് വെടിവെക്കുന്നവനെ കൂടാതെ ഒരു 8-10 പേര് മിസ്റ്റർ കിമ്മിന്റെ നേതൃത്വത്തിൽ വീടിനുള്ളിലേക്ക് കയറി ആക്രമിക്കാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ജിയാൻ മുന്നോട്ടായാനൊരുങ്ങിയതും അയാൾ വെടിവെക്കുന്നു. അനങ്ങാതെ അവിടെ ഇരി ജിയാൻ. മിനി എന്തോ ഒരു എക്യുപ്മെന്റ് തുറന്നു വിടുന്നു. അവിടെ ആകെ പുക നിറയുന്നു. ഇപ്പോൾ പുറത്തുള്ളവർക്ക് അകത്തെയൊന്നും കാണാൻ പറ്റുന്നില്ല. ആരോ ജിയാന് സഹായമായി അകത്തുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. പുക മാറ്റാനും അകത്ത് ആരാണെന്ന് അറിയാനും കൂടിയായി ഒരു ഡ്രോൺ അവരങ്ങോട്ടേക്ക് വിടുന്നു. മിനയോ? അവരൊന്ന് ഞെട്ടുന്നു. അയാളുടെ വെടിയേറ്റ് മിനയുടെ കൈ മുറിയുന്നു. അവളുടെ തോക്കും തെറിച്ചു പോകുന്നു. അതെ, ആ മിനയാണ് അകത്തുള്ളത്. കാര്യം കുറെ കൂടെ റിസ്ക് ആണ്. പൈസ കൂടുതൽ തരണം. ഓ ശരി ശരി, നിങ്ങൾ പണി ചെയ്യുക.
അങ്ങനെ അവർ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി വീട് ലക്ഷ്യമാക്കി തിരിക്കുന്നു. ജിയാനോ ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്താനായി ചൂലിൽ കണ്ണാടിയൊക്കെ കെട്ടിവെച്ചിട്ടുള്ള ആ പരിപാടിയൊക്കെ കാണിച്ചിട്ട് സോഫയുടെ പിറകിലെ തോക്കും കണ്ടെത്തി കഴിഞ്ഞിരുന്നു. നീ ഇതിനു മുമ്പ് തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്. വിശ്വാസമില്ലാത്തത് കൊണ്ട് മിനയുടെ നേരെ അവൾ തോക്ക് ചൂണ്ടിയിരുന്നു. ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ പിസ്റ്റളും റൈഫിളും സെയിം ആണ്. അവളെ ഇത് ലോഡ് ചെയ്യാൻ അവർ സഹായിക്കുന്നു. നമ്മുടെ ജിയാൻ ഒന്നും നോക്കിയില്ല. നേരെ ആ പാലത്തിലേക്ക് ഫോക്കസ് പിടിച്ച് ആ വെടിക്കാരനിരിക്കുന്ന കാർ ലക്ഷ്യമാക്കി ഒറ്റ വെടി. അതിന്റെ ബാക്ക് വെലോസിറ്റിയിൽ അവൾ താഴെ വീണു പോകുന്നു. ഇവൾ ജോങ്മാന്റെ ചോര തന്നെ. നിലത്ത് വീണ ജിയാനെയും പിടിച്ചുപൊക്കി തോക്കുമെടുത്ത് മീനായും ആ സോഫയ്ക്ക് പിന്നിലേക്ക് വരുന്നു. ഇവൻ തോക്ക് സോഫയുടെ അടിയിലൊക്കെ വെക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദാറ്റ്സ് മൈ ഡിയർ ജോങ് മാൻ. ആരുടെ ജോങ് മാൻ? ഇതിനോടകം ബോധം വീണ ജോങ് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതും ഒരാൾ അവനെ വെട്ടാൻ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. മീന അപ്പോൾ തന്നെ അവനെ വെടിവെച്ച് കൊല്ലുന്നു. തീരെ സമയമില്ല, നിങ്ങൾ ആ സ്റ്റോറേജ് റൂമിലേക്ക് പോ. സ്റ്റോറേജ് റൂമോ? അതെ, നിന്റെ അങ്കിൾ വർക്ക് ചെയ്യുന്ന ആ ഷെഡ്. ഞാനെന്തിനാ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ഞാൻ അവന് വാക്കുകൊടുത്തതാ. പെട്ടെന്ന് പുറത്തു നിന്നവർ അങ്ങോട്ടേക്ക് നിറയൊഴിക്കുന്നു. അവർ പറഞ്ഞത് കേൾക്കുകയല്ലാതെ മറ്റൊരു വഴിയും അവർക്കില്ലായിരുന്നു. അങ്ങനെ ആ ബുള്ളറ്റ് പ്രൂഫ് വാതിലും എടുത്തവർ പുറകുവശത്തുള്ള ഷെഡിലേക്ക് നടക്കുന്നു. ഇത് കണ്ട വെടിക്കാരൻ അവിടേക്ക് വെടിവെക്കുന്നു. അതിന് മരവിച്ചിരുന്നു പോയ ജോങ്ങിനോട് ജിയാൻ എഴുന്നേൽക്കാൻ പറയുന്നു. അവളുടെ ദേഹം ആ വാതിലിന് പുറത്ത് കുറച്ച് തെളിഞ്ഞു വന്നതോടെ അങ്ങോട്ടേക്ക് വെടിവെക്കാൻ ലക്ഷ്യം വന്ന വെടിക്കാരന് നേരെ മിന ഓൾറെഡി വെടിവെച്ചു കഴിഞ്ഞിരുന്നു. അത് നേരെ അയാൾ എഴുന്ന കാറിന്റെ ഡ്രൈവറുടെ തലയ്ക്ക് കൊള്ളുന്നു. അയാൾ സത്യത്തിൽ നടുങ്ങിപ്പോകുന്നു. ഷെഡിനുള്ളിലേക്ക് കയറി ജിയാനും ജോങ്ങും മുന്നോട്ട് നടന്നില്ല. അതിനു മുന്നേ ബാക്കിയുള്ളവർ വെടിയും വെച്ചുകൊണ്ട് ഷെഡിന് പുറത്ത് വരുന്നു. ഇതിനോടൊക്കെ ഷെഡിൽ കയറിയ മിന അവർ രണ്ടിനെയും ഉള്ളിലാക്കി ഷട്ടർ ഇടുന്നു. ഉള്ളിൽ ഒരു ലിഫ്റ്റ് കണ്ട് അതിൽ ഓടിക്കയറിയ ജിയാൻ അപ്പോഴാണത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പാസ്വേഡ് വേണമെന്ന് കാണുന്നത്. അവൾ ഫസ്റ്റ് അവളുടെയും ജോങ്മാന്റെയും ഒക്കെ ബർത്ത്ഡേ അടിച്ചു നോക്കുന്നുണ്ടെങ്കിലും വർക്കാവുന്നില്ല. അപ്പോഴാണ് പണ്ട് തന്റെ സ്കൂൾ ID നമ്പർ ഓർത്ത് വെക്കണമെന്ന് ചിറ്റപ്പൻ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. അത് അവൾ അടിക്കുന്നു. ലിഫ്റ്റ് വർക്കുമാകുന്നു. അത് നേരെ താഴേക്കാണ് പോയത്. താഴെ അവർക്ക് കാണാൻ പറ്റിയത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു. നിറയെ വ്യത്യസ്ത തരം തോക്കും ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരത് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നതും മുഖം മൂടിയിട്ട ഒരാൾ തോക്കും ചൂണ്ടി അവരുടെ നേരെ വരുന്നു. ഹലോ ജിയാൻ, ഞാൻ ബ്രദർ. കുറച്ച് വിക്കിയിട്ടുള്ള ആ ഇൻട്രൊഡക്ഷൻ പോലും മിസ്റ്റീരിയസ് ആയിരുന്നു.